എന്താ കറികള്? ഇന്ന് ആഹാരമൊന്നും കഴിച്ചില്ല. ഇറച്ചി മീനൊന്നുമില്ല. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയുണ്ട്. ചോറും കറിയുണ്ട്, വേണമെങ്കിൽ എടുക്കാം. എന്തായാലും മതി. നീ ഉണ്ടാക്കുന്ന എന്തും കഴിക്കാൻ ഞാൻ തയ്യാറാ. അവളെന്താ കഴിക്കാത്തത്? നിങ്ങളുടെ കൊച്ചുമോള്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അമ്മേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മേ, നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? തൽക്കാലം ഒന്നും വേണ്ട. ഡാ, ഇവളുണ്ടാക്കുന്നൊന്നും ഇവിടെ മോള് കഴിക്കില്ലെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീ പുറത്തുനിന്ന് വരുമ്പോ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വാ. അത് അമ്മേ, ഞാൻ വേറൊരു സ്ഥലത്ത് പോവാ. ഞാൻ വരാൻ വൈകും. അല്ലെങ്കിൽ തന്നെ ഇതിനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നേ? മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മോള് വരുത്തിച്ച് കഴിച്ചോളൂല്ലോ. ആ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ഇപ്പൊ മൊബൈലിലൊന്ന് കുത്തിയാ മതി, വേണ്ടതൊക്കെ എത്തുമല്ലോ. ദേ, മദ്യപിക്കുന്നൊക്കെ കൊള്ളാം. ഇവിടെ വന്ന് ലഹരി തലേ കയറിയിട്ട് പോലീസുകാർ തല്ലിയതിന്റെ ദേഷ്യം എന്റെ നേരെ തീർക്കരുത്. അയ്യോ, ഞാൻ ഇനി നിന്നോട് യുദ്ധത്തിനില്ലേ. അങ്ങനെ യുദ്ധം ചെയ്തിട്ട് വെറുതെ എന്തിനാ ജയിലിൽ കിടക്കുന്നേ? അതെ. പോട്ടെ. മോഹിനി, നിനക്കവൻ ഇനി നല്ലൊരു ഭർത്താവായിരിക്കും. നീ അവന് അതുപോലെ നല്ലൊരു ഭാര്യയായാ മതി. ഞാൻ ഇത്രയും കാലം അങ്ങേരുടെ നല്ലൊരു ഭാര്യ ആയതുകൊണ്ടാ ഇന്ന് നടന്ന സംഭവങ്ങളൊന്നും ഇതിനു മുൻപ് നടക്കാതിരുന്നത്. പിന്നെ അമ്മയോട് ഞാനൊരു കാര്യം പറയാം. അത് മോനോടും കൂടി പറയാൻ വേണ്ടിയാ പറയുന്നത്. പറഞ്ഞോ മോഹിനി. ദേ, എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങളൊക്കെ പറഞ്ഞോ. എന്റെ സ്വഭാവം ശരിയല്ലെന്നും പറഞ്ഞോ. പക്ഷേ എന്റെ മോളെ നാണം കെടുത്തുന്ന രീതിയിൽ രണ്ടാളും സംസാരിക്കരുത്. എന്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛന്റെ പേരും പറഞ്ഞ് അവളെ ഒരു കാരണവശാലും ആക്ഷേപിക്കരുത്. ഞങ്ങളിനി അവളെ നിന്നെ ഒന്നും പറയത്തില്ല. എങ്കിലും മോഹിനി, സ്നേഹം കൊണ്ട് ചോദിക്കുക, അവള് നിന്നോട് പറഞ്ഞായിരുന്നോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന്? പറഞ്ഞു, പലതവണ പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്. എന്നാലും അത് ആരാണെന്ന് നിനക്ക് എന്നോട് പറഞ്ഞുകൂടെ മോഹിനി മോളെ? എന്നിട്ട് അവനെ വിളിച്ചിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ സദ്യ ഒരുക്കി കൊടുത്തൂടെ? പിന്നെ അവളുടെ കഴുത്തിലൊരു താലി കിടപ്പുണ്ടല്ലോ, കണ്ണം കിട്ടിയ താലി. അതിലൊന്നും വലിയ കഥയില്ലെന്നേ. അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണോ അതാണ് അവളുടെ യഥാർത്ഥ ഭർത്താവ്, നിന്റെ യഥാർത്ഥ മരുമോൻ. അതെ, ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. എന്റെ മരുമോൻ ആരാണെന്ന് എനിക്കറിയാം. ആ മരുമോന് സദ്യ കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്തിരിക്കും. എന്റെ മോളെ മരുമോനെ ഇവിടെ വരുത്തിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വിളമ്പി കൊടുക്കും. അതിനു മുമ്പ് അത് ആരാണെന്ന് ഞാൻ അറിയുന്നതിൽ നിനക്ക് ഒരു നഷ്ടമില്ലല്ലോ മോഹിനി. നഷ്ടമുണ്ട്. ആളിന്റെ പേരറിഞ്ഞ ചിലപ്പോ നിങ്ങൾ അവനെ കൊല്ലാനും ഒക്കെ ശ്രമിച്ചൊന്നു വരും, പ്രത്യേകിച്ച് നിങ്ങളുടെ മോൻ. അതുകൊണ്ട് തൽക്കാലം ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾ ആരും അറിയണ്ട.